വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ കാവിശിക പുരസ്കാരം 2026 അത് പ്രഖ്യാപിക്കാനുള്ളതാണ്. അത് കാവിശിക അംഗങ്ങൾ ഏറ്റവും ഗൗരവത്തിൽ നടക്കുന്ന ഒരു അഭിപ്രായ വോട്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുരസ്കാരം നൽകുന്നത്. കാവിശികയിലെ അംഗങ്ങളായിട്ട് കാവിശികയുടെ ഏറ്റവും ചെറിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഏതാണ്ട് 350ഓളം അംഗങ്ങളുണ്ട്. അത്രയും അംഗങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നൊരു വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മത്സരമാണ്. മത്സരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിക്കുകയും ആ നിർദ്ദേശങ്ങൾ ഒരു സമിതി പരിശോധിക്കുകയും ചെയ്താണ് പുരസ്കാരം നിർണ്ണയിക്കുന്നത്. മുൻകാലങ്ങളിൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് 2-3 കാറ്റഗറിയിലേക്കാണ് മാറുന്നത്. മുൻപ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാവിശിക പുരസ്കാരങ്ങൾ പ്ലസ് കാവ്യ പ്രതിഭാ പുരസ്കാരം കൂടി കൊടുക്കും. അപ്പോൾ ഈ കാവിശിക പുരസ്കാരം കൊടുക്കുന്നത് കാവിശിക അത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളെ സർഗാത്മകമാക്കി നിലനിർത്തുന്നതിൽ വഹിക്കുന്ന പങ്ക്. അപ്പോൾ കവികളെന്ന നിലയിൽ അവർ സ്വന്തം കവിത കൊണ്ട്, സംഘാടകരെന്ന നിലയിൽ അവർ സ്വന്തം പ്രവർത്തനം കൊണ്ട് എല്ലാം ചെയ്യുന്ന കാര്യങ്ങളുടെ ആകത്തുക പരിശോധിച്ചുകൊണ്ടാണ് കാവിശിക കാവ്യ പുരസ്കാരം നൽകുന്നത്. പ്രതിഭ പുരസ്കാരം എന്നുള്ളത് ഏറ്റവും മികച്ച കവിയെ, ആ കൂട്ടത്തിലുള്ള ഏറ്റവും മികച്ച കവിയെ. അങ്ങനെ ആദ്യത്തെ, ഞാനൊരു മുമ്പത്തെ കാര്യം ഓർക്കാൻ വേണ്ടി പറയുകയാണ്, ആദ്യത്തെ കാവ്യ പ്രതിഭ പുരസ്കാരം നേടിയത് നേരത്തെ പറഞ്ഞു കൃഷ്ണ സൗവർണിയാണ്. പിന്നെ നമ്മൾ പുരസ്കാരം നേടിയത് ഇവിടെ ഇത് പങ്കെടുത്ത ശൈലജ വർമ്മ, ഗംഗാദേവി, ചാക്കോടി അന്തിക്കാട് എന്നിവരാണ് ഏറ്റവും ആദ്യത്തെ. അത് ഫസ്റ്റ് പ്രഖ്യാപനം. അതിന് കാരണം വെച്ചാൽ കോവിഡ് നമ്മുടെ കാലത്ത് തുടങ്ങിയിട്ട് 4 കൊല്ലത്തിലാണ് നമ്മളിത് പുരസ്കാരം ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് 4 പേർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നത്തെ വർഷം ദർശന കൈയടിച്ചോളൂ, ചിലർക്ക് മാത്രം കൈയടിക്കാൻ ശരിയാവും. വർഗീസ് ആന്റണി, ജയറാം ബാളു, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, ഗീത ടി, രേഖ സി ജി, അജയ് നാരായണൻ, ശ്രീജ വിധു, സ്വരാജ് പി ടി. ഇത്രയും പേർക്കാണ് കാവിശിക പുരസ്കാരങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഈ വർഷം ഉള്ള കൊടുക്കുന്നൊരു പ്രഖ്യാപനം നടത്തുന്നത് അത് കുറേ നാളുകളായി തന്നെ കാവിശികയിൽ നടന്ന ഹിതപരിശോധനയാണ്. അതിൽ നേരത്തെ പറഞ്ഞു ഇത്രയും അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. വോട്ട് ചെയ്യാൻ